മത്തിക്ക് എന്താ വില? 400 രൂപ വില. അപ്പോൾ അരക്കിലോ മത്തി മേടിച്ചു. അപ്പോൾ മേടിച്ച് നന്നാക്കിയപ്പോൾ നല്ല പഞ്ഞിയിലുണ്ടായിരുന്നു, നല്ല മത്തി. അപ്പോൾ പഞ്ഞിയിൽ പൊള്ളിക്കും ചെയ്യാം, മത്തി പൊരിക്കും ചെയ്യാം വിചാരിച്ചു. വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, കുരുമുളക്, കരിവേപ്പില, പെരിഞ്ചീരകം, ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് വിനാഗിരി, വെളിച്ചെണ്ണ ഇതൊക്കെ ഒഴിച്ചിട്ടാണ് മസാല ഉണ്ടാക്കൽ, മീൻ മസാല ഉണ്ടാക്കുക. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ട് നല്ലപോലെ അരച്ചതിന് ശേഷം അങ്ങനെ മീനിൽ, മത്തിയിലും പഞ്ഞിയിലും മസാല തേച്ച് ഉപ്പ് പിടിക്കാൻ വെച്ചു. അപ്പോഴാണ് വിചാരിച്ചൊന്ന് മുളക് വറുത്ത പുളി ഉണ്ടാക്കാം. അമ്മ കല്യാണം കഴിഞ്ഞ കാലത്ത് എന്നും ഞങ്ങൾക്ക് എൻ്റെ അമ്മായിമ്മ മുളക് വറുത്ത പുളി മത്തി നല്ല ഉണ്ടാക്കി തരും, നല്ല ടേസ്റ്റ്, നല്ല ചോറിനും ചെയ്യും. അപ്പോൾ വിചാരിച്ചു ഞാൻ ഇന്ന് മുളക് വറുത്ത പുളി ഉണ്ടാക്കാം. അന്നത്തെ കാലത്ത് പിന്നെ പുളിയിലാണ് ഉണ്ടാക്കുക. ഇന്നേം കുടംപുളി ഉണ്ടായിരുന്നു, അപ്പോൾ കുടംപുളിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുടംപുളി വെള്ളത്തിലിട്ടു. പിന്നെ അതിന് വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളകോ ചീനമുളകോ അതൊക്കെ ചതച്ച് വെക്കണം. പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആദ്യം ഉലുവ ഇടുക, ഉലുവ പൊട്ടിയിൽ കടുക് ഇടുക, പിന്നെ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഇട്ട് നല്ല വഴഞ്ഞ് വരുമ്പോൾ നല്ല ജീരകം ചതച്ച് അതിലേക്ക് ഇട്ടിട്ട് കുടംപുളി വെള്ളം ഒഴിച്ചാൽ തിളച്ച് വരുമ്പോൾ ഇറക്കി വെക്കുക. അപ്പോൾ നമ്മളെ മുളക് വറുത്ത പുളി റെഡിയായി. പിന്നെ വീട്ടിലുണ്ടായ പയറുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വിചാരിച്ചു പയറുപ്പേരും വെക്കാം. പയറൊക്കെ അടുപ്പത്ത് വെച്ച് കരിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് അടുപ്പത്ത് വെച്ച് വന്നതിന് ശേഷം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഉണക്കമുളകും കരിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതും വറുത്ത് വെച്ചു. അങ്ങനെ പയറുപ്പേരും റെഡിയായി. വാഴയിലയിലാണ് മീൻ പൊള്ളിക്കുക. വാഴയില നല്ലപോലെ വാട്ടി എന്നിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കരിവേപ്പിലയും ലേശം കുരുമുളക് പൊടി ഇട്ടാൽ നല്ലതാണ്. അങ്ങനെ ഇട്ട് കെട്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അടച്ച് വെക്കണം. എന്നിട്ട് തിരിച്ച് മറിച്ച് 2-3-4 പ്രാവശ്യം മറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മളെ മീൻ പൊള്ളിച്ചതും നല്ല മണം വരുമ്പോൾ ഇലയൊക്കെ ഉണങ്ങിനും മാറ്റി വെക്കുക. അങ്ങനെ പിന്നെ ആ പാനിൽ തന്നെ ആ എണ്ണയിൽ തന്നെ മത്തി പൊരിച്ചതും പൊത്തിരിക്കാൻ വേണ്ടി അതിലേക്ക് ഇട്ട് മസാല ബാക്കി അതിൻ്റെ മേലെ കൂടെ തന്നെ പുരട്ടി നല്ല വൃത്തിയിട്ട് വരുമ്പോൾ നല്ല മറിച്ചിട്ട് വൃത്തിയാകുമ്പോൾ നല്ല മണമാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ മത്തി. അങ്ങനെ മത്തി പൊരിച്ചതും മീൻ പൊള്ളിച്ചതും പയറുപ്പേരി ഇന്നത്തെ ഉച്ചക്ക് ലഞ്ചിനുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാം കൂടി കൂട്ടിയപ്പോൾ വായിലൊക്കെ വെള്ളം വരും എല്ലാവരുടെയും കണ്ടാൽ. എന്തായാലും നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കണ്ട, നല്ല ടേസ്റ്റാണ് നമ്മളെ വറുത്തുപുളി കൂട്ടി ചോറുണ്ണാൻ.